ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഇനൽസയുടെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരു ബീട്രൂട്ട് തോരൻ വെക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ബ്ലെൻഡറിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് ആണെങ്കിൽ ഇട്ട് കൊടുക്കുന്നു. എല്ലാ ബീട്രൂട്ട് കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഫസ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്രഷ് ചെയ്യാം. കുറച്ചുകൂടെ നന്നായിട്ട് കട്ടാകാൻ വേണ്ടി സെക്കൻഡ് ബട്ടണും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് എത്രമാത്രം കട്ടായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ കട്ടായിട്ട് വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കാം. താഴെയുള്ള ബീട്രൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മേലെ ആക്കിയതിന് ശേഷം വീണ്ടും കട്ട് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. ബീട്രൂട്ട് ആണെങ്കിൽ നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ആണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബീട്രൂട്ട് ആണെങ്കിൽ ശരിക്കും ഒരു തോരൻ്റെ പരുവത്തിൽ നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ സവാളയും കട്ട് ചെയ്തെടുക്കാം. സവാളയാണെങ്കിൽ ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇനിയും നമുക്കാണെങ്കിൽ തോരൻ ഉണ്ടാക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം എല്ലായിടത്തേക്കും. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷമാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീട്രൂട്ട് ആണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം പാനിൻ്റെ നടുക്കോട്ടെല്ലാം കൂടെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴാണെങ്കിൽ തുറന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാവൂ. ബീട്രൂട്ട് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും. ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒതുക്കി വെച്ച് നമുക്ക് 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബീട്രൂട്ട് തോരൻ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇനൽസയുടെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചുണ്ടാക്കിയത്. അതുപോലെ ഇനൽസയുടെ അൺബോക്സിംഗ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് ലിങ്ക് ഇട്ടേക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്